ഹലോ, ഞങ്ങൾ ഇന്ന് പാലക്കാട് മലമ്പുഴയ്ക്കടുത്തുള്ള ഒരു സ്ഥലത്ത്, മലമ്പുഴയാണ് കേട്ടോ. പാലക്കാട് നിന്നൊരു മലമ്പുഴയിൽ നിന്ന് തന്നെ ഒരു 10-14 കിലോമീറ്ററോട് മാറിയിട്ട് ഞങ്ങൾ സ്റ്റേ ചെയ്യാനായിട്ട് ഒരു റൂം എടുത്തതാണ്. ഇതാണ് ഒരു വീടാട്ടോ. കാരണം ഞങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ട് ഞങ്ങൾ വിളിച്ചു ചോദിച്ച് വന്നതാട്ടോ. കൊള്ളാം, നല്ല അടിപൊളി ഒരു സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ്. ഒത്തിരി പേർക്ക് താമസിക്കാൻ വേണം കേട്ടോ. എക്സ്ട്രാ ബെഡുകളും എല്ലാം ഉണ്ട്. ഇത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു ലിവിങ് ഏരിയ ഉണ്ട്. എല്ലാവരും രാവിലെ പോകാൻ വേണ്ടിയിട്ട് TV കണ്ടുകൊണ്ടിരിക്കുക. എല്ലാവരും റെഡിയായി. ഇവിടെ TV ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് കയറുമ്പോൾ ഒരു ബെഡ്റൂം, ഇതിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. ഇവിടെ ഇത് ബെഡ്റൂം AC ഉള്ളതാണ്. ഇവിടെ ഒരു 3 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്, ബെഡാണ്. ഇവിടെ ഉള്ളത് ഇന്ത്യൻ ക്ലോസറ്റ് ആട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറുന്നത് ഒരു ഡൈനിങ് ഹാളാണ്. ഇവിടെ ഒരു മേശയുണ്ട്, കസേരകളുണ്ട്. ഇവിടെ കൈ കഴുകാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇതൊരു ബെഡ്റൂമാണ്, അത് കാണിച്ചു തരാവേ. നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കിച്ചണുണ്ട്. കിച്ചണിൽ ചെറിയൊരു ഫ്രിഡ്ജ് ഇവിടെ ഇരിപ്പുണ്ട്. കുടിവെള്ളമുണ്ട്, കെറ്റിലുണ്ട്. പിന്നെ തേങ്ങ ചിരകാം, പൊടികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. സ്റ്റൗ ഉണ്ട്, ഗ്യാസ് ഉണ്ട്, അടുപ്പാണെങ്കിൽ അടുപ്പുണ്ട്. പാത്രങ്ങളൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ വാഷ് ബേസിനുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കറി വെക്കണമെങ്കിലോ ഇറച്ചിയോ ബീഫോ ബിരിയാണിയോ ഒക്കെ വെക്കണമെങ്കിലുള്ള സൗകര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയെല്ലാം ആന ഇറങ്ങുന്ന ഏരിയ ആണെന്ന് തോന്നുന്നു. ഇവിടെല്ലാം ഫെൻസിങ് വെച്ചിട്ടുണ്ട്, ചുറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഈ മലമ്പുഴ ഫോറസ്റ്റിന്റെ ഏരിയ ആയതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഫെൻസിങ് വെച്ചിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ റൂമാണേ. ഇവിടെ ഈ പറഞ്ഞ പോലെ AC ഉള്ള റൂമാണ്. ഇവിടെ ഒരു 2 ബെഡ് ഒരുമിച്ചാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അതിനുള്ള സൗകര്യം ഉണ്ട്. ആൾക്കാർക്ക് കൂടുതൽ കിടക്കണമെന്നുണ്ടെങ്കിൽ കിടക്കാം. ബെഡ്ഷീറ്റും അവിടെ മടക്കി വെച്ചിട്ടുണ്ട്. എക്സ്ട്രാ തലയണ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയുണ്ട്. ഇവിടെ ഒരു മിററുണ്ട്. പിന്നെ അവിടെയാണ് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂം അവിടെയുണ്ട്. അത് യൂറോപ്യൻ ക്ലോസറ്റ് ആട്ടോ. അവിടെ ഒരു അലക്ക് കല്ലും ഒക്കെ അകത്തുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ ഇപ്പം കൂടെയുള്ളവർ കുളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് കഴിഞ്ഞ് കാണിക്കാം. വണ്ടി ഇടാനുള്ള സൗകര്യം, ഒരു കാർ പോർച്ചും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഇങ്ങനെ കളർ ഓടായിട്ടേക്കുന്നത്. പരിസരം കൂടെ ഒന്ന് കാണിച്ചു തരാവേ. പുറകുവശമൊക്കെ ഇതുകൊണ്ടോ. ഇതിൻ്റെ ആ സൈഡ് റോഡാണ്. ആ റോഡിനോട് ചേർന്ന് എല്ലാം ഫെൻസിങ് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ റബ്ബർ തോട്ടവും തെങ്ങും എല്ലാം ഉണ്ട്. ആനയൊക്കെ എപ്പോഴെങ്കിലും വരുന്നതായിരിക്കും കേട്ടോ. ഇത്ര ഏരിയ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. നല്ല രസമുണ്ട്, കാണാൻ ക്വയറ്റായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. കണ്ടോ ഫെൻസിങ് വെച്ചേക്കുന്നുണ്ടോ. വലിയ ഒരുപാട് പൊക്കത്തിലൊന്നും അല്ല വെച്ചിരിക്കുന്നത്, എന്നാലും കുറച്ച് ഏരിയയിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം കവുങ്ങും തോട്ടവും തെങ്ങും തോട്ടവും. താഴെ ഒരു വീടുണ്ട്. കൊള്ളാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ ചുറ്റുപാടുകൾ ഉള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഫോൺ നമ്പർ ഇട്ടേക്കാം കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെയൊക്കെ ഒരു വീട്ടിൽ കഴിയുന്ന പോലെ തോന്നി. മൊത്തത്തിലുള്ള ഒരു വ്യൂവും കൂടെ കാണിച്ചു തരാവേ. അങ്ങോട്ട് റോഡ് പോകുന്നുണ്ട്, അതെങ്ങോട്ടാ പോകുന്നതെന്നൊന്നും അറിയത്തില്ല. ഇവിടെ അടുത്തൊക്കെ വീടുകളും ഒക്കെ ഉണ്ട്, കാര്യം പറഞ്ഞ കാണാം. ആ വീടിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ കേട്ടോ.
ഒക്കെ ഞാൻ അകത്തത്തെ ബാത്റൂമും കൂടെ ഒന്ന് കാണിച്ചു തരാവേ. അലക്കുകല്ലും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. ഓക്കെ ഓക്കെ, ഇതാണ് ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇവിടെ ഒരു അലക്കുകല്ലുണ്ട്, കാല് തേച്ച് കഴുകാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ. ഇറങ്ങുവാട്ടോ ഞങ്ങൾ ഈ വീട്ടിലേക്ക്. ഞങ്ങള് നേരെ വീട്ടിലേക്ക്. ഇതാണ് വീടിന്റെ ഒരു വ്യൂ. ഓക്കെ ബൈ. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ ഇട്ടേക്കാം കേട്ടോ.